ചെക്ക് കേസിലെ പ്രതിക്ക് 2 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിച്ച് ഇടുക്കി തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശി ബെല്ലാരി സന്തോഷ് എന്ന് വിളിക്കുന്ന KS സന്തോഷിനെയാണ് കോടതി ശിക്ഷിച്ചത്. 2013-ൽ ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കട്ടപ്പന ശാഖയിൽ നൽകിയ ചെക്കുകൾ അക്കൗണ്ടിൽ പണമില്ലാത്തത് കാരണം മടങ്ങുകയായിരുന്നു. കേസ് കോടതിയിലെത്തിയത് മുതൽ വ്യാജരേഖകളടക്കം നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമം നടത്തി. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, പ്രതിക്ക് 2 വർഷത്തെ തടവും പിഴയും ശിക്ഷ, എന്താണ് കോടതി ഉത്തരവ്? ശ്രുതി, ഈ കേസ് വളരെ ഗൗരവമായാണ് കോടതി കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു ചെക്ക് കേസ് എന്നതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ പ്രതി ശ്രമം നടത്തി എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കട്ടപ്പന ശാഖയിൽ കൊടുക്കുന്ന ചെക്കുകൾ മുഴുവനും മടങ്ങുന്നു. 2 കോടി രൂപയുടെ ചിട്ടി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 1,20 ലക്ഷം രൂപ കുടിശ്ശികയാകുന്ന സ്ഥിതി. പിന്നീട് ഈ കൊടുത്ത ചെക്കുകൾ മടങ്ങുന്ന സ്ഥിതി ഉണ്ടായതോടെ ഇവർ കോടതിയിലേക്ക് സമീപിക്കുകയാണ്. എന്നാൽ ഈ കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നത് മുതൽ ഈ കേസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാജരേഖകൾ പ്രതി സന്തോഷ ചമയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 30ഓളം രസീതുകൾ ഇത്തരത്തിൽ ഈ ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസിന്റേതെന്ന രീതിയിൽ വ്യാജമായി നിർമ്മിച്ച കോടതിയിൽ സമർപ്പിച്ചു. താൻ പൈസ അടച്ചതാണ്, തനിക്കെതിരെ വ്യാജ കേസാണ് എന്ന തരത്തിൽ കോടതിയിൽ വാദിക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് ഇത് പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുന്നു. കൊടുത്ത ചെക്കുകളിലെ ഒപ്പ് തന്റേതല്ല, വ്യാജമാണെന്ന വാദം ഉന്നയിക്കുന്നു. അത് പിന്നീട് ഫോറൻസിക് പരിശോധന അടക്കം നടത്തി ഈ തെളിവുകൾ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന വാദം ഈ പ്രതിഭാഗം സന്തോഷ് ഉന്നയിക്കുന്നത്. അത് കോടതി പൂർണ്ണമായി തള്ളുകയും പ്രതിയുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്നും ഒപ്പം തന്നെ കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കണ്ടെത്തലോട് കൂടി തന്നെയാണ് ഈ കേസിലെ ഒരു വിധി, ഈ മുന്നോട്ട് വെച്ചിരുന്ന ആ വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. പ്രതിക്ക് 2 വർഷത്തെ ശിക്ഷയും ഒപ്പം തന്നെ ഈ കുടിശ്ശിക വരുത്തിയിട്ടുള്ള തുക അത് ഇരട്ടി തുക പിഴയടക്കണം എന്ന ശിക്ഷയും വിധിക്കുന്നത്. ഈ പ്രതി സന്തോഷ് ബെല്ലാരി സന്തോഷ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രതി മുമ്പും നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഈ നെടുങ്കണ്ടത്തിന് സമീപം ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന, പട്ടാപ്പകൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ബെല്ലാരി സന്തോഷ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കേസുകളിലേക്കും ഒപ്പം തന്നെ തട്ടിപ്പുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്ന ആൾ കൂടിയാണ്. അത്തരത്തിൽ പല ആളുകളെയും ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടും ഇല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ താൻ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഒക്കെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ചിട്ടി കമ്പനിക്കെതിരെ പണം വാങ്ങിയതിന് ശേഷം ചിട്ടി കൂടുകയും ചിട്ടി കൂടി ആ പണം പിടിച്ചെടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കാതെ ഈ കമ്പനിക്കെതിരെ, ഈ ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസിനെതിരെ വ്യാജ രസീതുകൾ ഉണ്ടാക്കി തന്നെ കബളിപ്പിക്കുകയാണ്. തനിക്കെതിരെ വ്യാജ പരാതിയാണ് ഈ കമ്പനി ഉയർത്തിയിരിക്കുന്നതെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് ഇപ്പോൾ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. കോടതി ശാസ്ത്രീയ തെളിവുകളടക്കം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കേസ് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ഒരു വാദഗതികളെ സ്വാഭാവികമായി പരിശോധിച്ചു പോവുകയാണ്. പക്ഷേ പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദങ്ങളെ കേൾക്കുകയും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സമയം നൽകുകയും ചെയ്തു. വ്യക്തമാണ്, ചെക്ക് കേസിലെ പ്രതിക്ക് 2 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി.